എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ മലയാളികൾക്ക് പരിചയമില്ലാത്ത ഒരു ഐറ്റമാണ്. ഇത് ഞാൻ താമസിക്കുന്ന നാട്ടിലുള്ള ആൾക്കാരുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പഴങ്കഞ്ഞിയും തൈര് ചോറും ഒക്കെ ആയിട്ട് ഇതിന് വളരെയധികം സാമ്യമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. പഴയ ചോറ് ഉപയോഗിച്ചും പുതിയ ചോറ് ഉപയോഗിച്ചും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഏകദേശം 1 ഗ്ലാസ് പുഴുങ്ങലരി കൊണ്ടുണ്ടാക്കിയ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് 1.25 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് പെരുംജീരകം, സാധാരണ ജീരകം, കരിഞ്ജീരകം ഇവ ചേർന്ന ഒരു കൂട്ടാണ്. ഈ കൂട്ടാണ് കഞ്ഞിക്ക് നല്ല സ്വാദും മണവും കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. ഇവിടെ 3 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ് ഇവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂട്ടുകളെല്ലാം മൂപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഉലുവയും കടുകും ഒക്കെയുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂട്ടുകളെല്ലാം ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 കപ്പ് വെള്ളം എടുത്തു വെച്ചതിൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കഴിക്കാൻ നല്ല കണക്കിന് പാകമായിട്ട് വരികയുള്ളൂ. തൈരിരുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.